എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ ഹെയർ ഡൈ തയ്യാറാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് മുടി ഇതിലേക്ക് നിറച്ചതുണ്ട്. അപ്പോൾ അതിൽ ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വെറ്റിലയും അതുപോലെ തന്നെ കറിവേപ്പിലയുമാണ്. വെറ്റിലയെ പറ്റി പറയുകയാണെങ്കിൽ മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കാനും തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമായ നല്ല ഉള്ളോടുകൂടിയ മുടിക്ക് വെറ്റില നല്ലതാണ്. വെറ്റില ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും ആത്മീയ ഗുണങ്ങളും നിറഞ്ഞതാണ്. ആരോഗ്യമുള്ള മുടിക്ക് ആവശ്യമായ നിരവധി പോഷകങ്ങളും ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും വെറ്റിലയിൽ ധാരാളമുണ്ട്. ഇത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മുടിക്ക് തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഫംഗസുകളെ നശിപ്പിക്കുന്നതിനും അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു വെറ്റില നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിൽ തന്നെ കടയിൽ വാങ്ങാൻ നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. കറിവേപ്പില ഭക്ഷണത്തിൻ്റെ മണവും രുചിയും വർദ്ധിപ്പിക്കാൻ മാത്രമല്ല മുടി നരയ്ക്കുന്നത് തടയാനും മുടി വളർച്ചയെ സഹായിക്കുന്ന അതിശയകരമായ പോഷകങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. തലയോട്ടിയിൽ നിന്ന് വളർന്നതിന് ശേഷം മുടിയുടെ നിറം മാറില്ല. എന്നാൽ രോമകൂപങ്ങളിൽ മെലാനിൻ ഉൽപ്പാദനം കുറയുമ്പോൾ സ്വാഭാവിക മുടിയുടെ നിറത്തിന് പകരം വെളുത്തതോ നരച്ചതോ ആയ മുടി വരുന്നു. കറിവേപ്പിലയിൽ വിലയേറിയ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കറിവേപ്പില ഉപയോഗിക്കുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. നമ്മൾ എണ്ണയൊക്കെ കാച്ചുന്നതാണ് കറിവേപ്പിലയുടെ ഇലയിട്ടിട്ട്. വളരെ നല്ലതാണ് മുടി വളരുന്നതിനൊക്കെ. അപ്പോൾ ഈ 2 ഇലകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ്. നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് വേണം വെള്ളത്തിൻ്റെയൊക്കെ അളവ് കൂട്ടാൻ. ഇവിടെ എനിക്ക് ഉള്ളൊക്കെ കുറവാണ്, കുറച്ച് നിറച്ച് മുടിയുള്ളൂ. അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. 5 വെറ്റിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് വെറ്റില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. 10 വെറ്റിലയാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർക്കണം. അതിനകത്തേക്ക് കറിവേപ്പിലയും ചേർത്തായി എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണാണ് ചായപ്പൊടി ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇലകൾ കൂട്ടുന്നതനുസരിച്ച് ചായപ്പൊടിയുടെ അളവും കൂട്ടണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 2 ടേബിൾ സ്പൂൺ എടുക്കണം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. വറ്റിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ വറ്റിക്കേണ്ട. നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തെങ്കിൽ അതിൻ്റെ പകുതി അളവാകുന്നത് വരെ ലോ ടു മീഡിയം, ഒത്തിരി തീയങ്ങ് കൂട്ടി വെക്കരുത്. അടച്ചു വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഗ്യാസിൽ സ്റ്റീലിൻ്റെ പാത്രമാകുമ്പം പെട്ടെന്ന് തന്നെ അത് വറ്റി വരും. ഈ സമയം കൊണ്ട് ഇതാ നമ്മൾ വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം വറ്റി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇതുപോലെ കണ്ടോ അതിൻ്റെ വെക്കുന്നതിൻ്റെ പകുതി അളവാകുമ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. പിന്നെ തണുത്തതിന് ശേഷമാണ് നമ്മളിത് അരിപ്പയിലേക്ക് അരിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം അരിപ്പയിൽ അരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഞാനിത് അരിപ്പയിൽ ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. അതിൻ്റെ ഇലയും ചായപ്പൊടിയുടെ ആ ചണ്ടിയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കണം. ആ ഇലകളെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. ഇതൊരു 30 ഗ്രാം നെല്ലിക്കാപ്പൊടിയാണ്. അപ്പം കുറച്ച് കൂടുതൽ മുടിയുള്ളവർ കൂടുതൽ നെല്ലിക്കാപ്പൊടി എടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേയില വെള്ളം, ആ ഇലകളെല്ലാം കൂടി കൂട്ടി തിളപ്പിച്ച വെള്ളമാണ്. ഇത് ഗ്യാസ് വെച്ച് പിന്നെ പൊടി ചൂടാക്കുകയൊന്നും വേണ്ട കേട്ടോ. ആ പൊടിക്കകത്തേക്ക് ഡയറക്റ്റ് നമുക്ക് തണുത്തതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്കിത് മൊത്തത്തിൽ ഒരു 5 ടേബിൾ സ്പൂണാണ് വേണ്ടി വന്നത്, ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കുന്നതിന് വേണ്ടി. ഇതേപോലെ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇരുമ്പ് ചട്ടി ആയിരിക്കും കൂടുതൽ നല്ലത്. ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം വെക്കണം കേട്ടോ. ഉടനെ എടുത്ത് തേക്കരുത്. അപ്പോൾ ഇത് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു നൈറ്റ് മൊത്തം അടച്ച് നമുക്ക് വെക്കാം. പിറ്റേ ദിവസം രാവിലെ എടുത്താൽ മതിയാകും. അപ്പം ഞാനിതൊരു വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് പിന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് കരിക്കട്ട പോലത്തെ അങ്ങനത്തെ കറുത്ത ഒരുപാട് ബ്ലാക്ക് കളറൊന്നും വന്നിട്ടില്ല. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം ഈ നെല്ലിക്കാപ്പൊടിയുടെ എല്ലാ കളറും കൂടെ കൂടി ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്.
ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് എനിക്ക് കളർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നരച്ച മുടിയിലേക്ക്, ഇതിപ്പോൾ ഒത്തിരി ടൈറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് 1 സ്പൂൺ ആ തേയില വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് ലൂസാക്കാം. നമ്മൾ മിച്ചം വരുന്ന തേയില വെള്ളം കളയരുത്, ഇത് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഒരുപാട് ടൈറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ 1 സ്പൂണും കൂടി ഒഴിച്ച് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നരച്ച ഭാഗത്തേക്കൊക്കെ ഇത് തേച്ച് കൊടുക്കാം. അപ്പോൾ കയ്യിലൊന്നും ഇങ്ങനെ കറുത്ത കളറൊന്നും വരുന്നില്ല. പിന്നെ നഖത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ആ നെല്ലിക്കായുടെ ഒരു കളർ ചേഞ്ചൊക്കെ, ഒരു ബ്ലാക്ക് കളറൊക്കെ വരും. ഗ്ലൗസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ തേച്ച് നോക്കിയപ്പം എനിക്ക് ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടി കേട്ടോ. ഞാൻ ഓർത്തു ഇത് കറക്കത്തില്ലായിരിക്കുമെന്ന്. അപ്പോൾ ഒരുപാട് മുടിയുള്ളവർക്കാണേലും ഇത് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ചധികം ക്വാണ്ടിറ്റി എടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ.